ദൈവം ഉണ്ടോ? ഉണ്ട്. എന്റെ മനസ്സാണിത്. നമസ്കാരം. 2024 വാർഷിക രാഷ്ട്രീയ ജ്യോതിഷ ഫലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി കഥയിലേക്ക് കിടക്കാം. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. എല്ലാരും ഒന്ന് കൈയടിക്ക് പറയാം. ഫ്ലാഷ് ബാക്ക്. ദുരിതാശ്വാസ നിധിയിലേക്ക് CPM സമാഹരിച്ച തുകയിൽ 25% പാർട്ടി ഫണ്ടിലേക്ക് വകമാറ്റിയതായി ആരോപണം. പതിവ് പോലെ പണിയെടുക്കാത്ത മന്ത്രിമാരുടെ മക്കൾക്ക് ഉദ്യോഗലബ്ധിയും രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുജനങ്ങൾക്ക് സാമ്പത്തിക നേട്ടവും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിതരണത്തിൽ അടിമുടി തട്ടിപ്പെന്ന് വിജിലൻസ്. എറണാകുളത്തെ സമ്പന്നനായ വിദേശ മലയാളി ക്രമവിരുദ്ധമായി 3 ലക്ഷം രൂപയും മറ്റൊരു വിദേശ മലയാളി 45,000 രൂപയും കൈപ്പറ്റി. കൊണച്ചോണ്ട് നടക്കുന്ന അണികൾ വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷവുമായിരിക്കും 2024 എന്ന് പറയുന്നത്. വ്യാജരേഖ സമർപ്പിച്ച് പണം തട്ടിയെടുത്തതിന്റെ തെളിവുകളും ലഭിച്ചു. ടെൻഷനോ തൂറാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ പൊക്കോണം. അവൻ വന്നു കഴിഞ്ഞാൽ ഒന്നും സമയം കാണത്തില്ല. സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കണം. അവനോ പോയി, നമ്മളെ ഉള്ളൂ. അപ്പോഴെങ്ങനാ ഒന്നിച്ചെങ്ങിറങ്ങുമല്ലേ എന്നൊരാർജവത്തിൽ ഇന്നാട്ടിലെ അരപ്പട്ടണിക്കാരനടക്കം കയ്യോട് കൈ ചേർത്ത് കൊടുത്തൊരു മറുപടിയുടെ പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ആ പവിത്ര മൂലധനമാണ് ഒരു സംഘം അധമക്കൂട്ടം അള്ളി അണ്ണാക്കിൽ തള്ളിയത്. അത് പൊറുക്കാവതല്ല. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ആ തട്ടിപ്പിനെ കുറിച്ച് കേൾക്കുമ്പോഴങ്ങ് ചത്താൽ മതി എന്ന് തോന്നുന്നു സാറേ എന്ന് ചങ്ക് കലക്കുന്നുണ്ട് കണ്ണൂരൊരു ജനാർദ്ദനൻ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഭർത്താവിനെ കൊണ്ട് വാടക വീട്ടിൽ കഴിയുന്ന അരപ്പട്ടണിക്കാരി സുബൈദ ആകെ വരുമാന മാർഗമായി ആടിനെ വിറ്റു. കൊടുത്തു 5,510. വിഷുക്കൈനീട്ടം കിട്ടിയ പണം അത്രയും കൊടുത്ത് മതിയാകാതെ ഓമനിച്ച് വളർത്തിയ പ്രാവിനെ ലേലത്തിൽ വെച്ചൊരു 11കാരനുണ്ടെന്ന് കണ്ണൂരിൽ. കുടുക്ക പൊട്ടിച്ച് തടുത്തുകൂട്ടിയ നാണയത്തൊട്ടുകൾ മോണകാട്ടുചീയോടെ കൊടുത്ത കുരുന്നുകൾ പോലും പറ്റിക്കപ്പെട്ടുവെങ്കിൽ അത് ശരിയാ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ ഞങ്ങളുടെ സർക്കാരിനെ പറഞ്ഞാലല്ല. അയ്യോ സോറി ചേട്ടാ, കമ്മ്യൂണിസ്റ്റ്. അതെ, ഞങ്ങള് ഭരിക്കുമ്പോ മാത്രം എന്നെ എത്ര ചൊറിച്ചില്. കള്ളക്കടത്തുകാരല്ലേ അവർ? ഏത് നമ്പറിലും വരാം. അതെ അതെ, കള്ളന്മാരല്ലേ? ഓക്കെ, അപ്പൊ പറഞ്ഞതുപോലെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പൊക്കെ വിട്ടോ ഗുഡ് ലക്ക്.